അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക കുത്തി കടലിലിട്ടു. എന്തപ്പാണെന്ന് നിങ്ങൾ തന്നെ പറയും. നെയ്യപ്പാണോ ഉണ്ണിയപ്പാണോ ഇനി വേറെ എന്തെങ്കിലും അപ്പാണോ എന്ന് നിങ്ങൾ തന്നെ പറയും. ആഹാ, ഗമഗമ വാസനയൊക്കെ അടിക്കുന്നുണ്ട്. ഇത് ഞാൻ സ്വന്തമായിട്ട് ചുട്ടതാണ്. കഴിഞ്ഞ 1 മാസത്തോളമായി ഉണ്ണിയപ്പം തിന്നണം എന്നുള്ള പൂതി കലശലായപ്പോൾ അതും സ്വന്തമായിട്ട് ഉണ്ണിയപ്പം ചുട്ട് തിന്നണം, ഉണ്ടാക്കി തിന്നണം എന്നുള്ള ആഗ്രഹം കലശലായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങ് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അങ്ങനെ ഇന്ന് രാവിലെ 1 ഗ്ലാസ് അരി എടുത്ത് വെള്ളത്തിലിട്ടു. ഒരു 3-4 മണിക്കൂറൊക്കെ കുതിർത്തതാണ്. ശർക്കര പാനി ഉണ്ടാക്കി ആ പാനിയിൽ പഴവും ഏലക്കായും ചേർത്തിട്ട് അരി അരച്ചെടുത്തിട്ട് ഒരു 3-4 മണിക്കൂർ വെച്ചു. പുളിച്ച് പൊങ്ങിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയൊന്നും പുളിച്ച് പൊങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പം ചൂടണമല്ലോ, അച്ചില്ല. എന്ത് ചെയ്യും? ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് മറ്റേ ഒരു ചെറിയ തവി ഉണ്ടല്ലോ, ഇങ്ങനെ റൗണ്ട് ഷേപ്പിലിരിക്കുന്ന തവിയിൽ കോരി ഒഴിച്ച് ചൂടാന്ന് വെച്ചു. അപ്പം ഞാൻ തവിയിൽ കോരി ചീനച്ചട്ടിയിലെ എണ്ണയിൽ ഇങ്ങനെ ഇറക്കി വെച്ചു. പക്ഷെ ഒരബദ്ധം പറ്റി ഗൈസ്. കുറച്ച് വെന്ത് കഴിഞ്ഞപ്പം ഞാൻ ഇടാൻ നോക്കി, പക്ഷെ വിട്ടു പോരുന്നില്ല. ഇതിനി മുരിയാനിട്ടാണോ എന്നറിയില്ല, വിട്ടു പോരുന്നില്ല. അങ്ങനെ ഞാൻ ആ തവിയിൽ നിന്ന് കുത്തി ഇളക്കി ചീനച്ചട്ടിയിൽ എണ്ണയിലിട്ടിട്ട് മുരിച്ചെടുത്തു. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ഉണ്ണിയപ്പം പ്ലാൻ നടക്കൂല, ഈ പ്ലാൻ പണി പാളി. അപ്പം പിന്നെ ഇനി ഒന്നും നോക്കിയില്ല, നേരെ തവിയിൽ കോരി ചീനച്ചട്ടിയിലെ എണ്ണയിലേക്ക് അങ്ങോട്ട് ഓടിച്ചു. അപ്പം റൗണ്ട് ഷേപ്പിൽ പരന്നു വന്നു. ഉണ്ണിയപ്പം തിന്നാൻ ആഗ്രഹിച്ചിട്ട് ലാസ്റ്റ് ചുട്ടെടുത്തപ്പം നെയ്യപ്പമായി പോയല്ലോ വിചാരിച്ച്, നെയ്യപ്പം എന്ന് വിചാരിച്ച് ചുട്ടെടുത്തു ഗൈസ്. അതിൻ്റെ പൂർണ്ണ രൂപമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പം ഇതെങ്ങനെ ഇരിക്കുന്നു എന്ന് കാണാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? കാണിച്ചു തരാം. കണ്ട പൊട്ടിച്ചോക്കാം നോക്ക്. ഇപ്പം ഇത് ഉണ്ടാക്കിയിട്ട് 2-3 മണിക്കൂറായി. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. പഴമൊക്കെ ചേർത്തിട്ടുണ്ട് കണ്ട, ഭയങ്കര സോഫ്റ്റാണ്. ഞെങ്ങി ഇങ്ങനെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഞെങ്ങി. എനിക്ക് ഉണ്ണിയപ്പം തിന്നാനുള്ള ആഗ്രഹം തോന്നിയപ്പോൾ ഒരു 40 രൂപ കൊടുത്ത് കടയിൽ നിന്ന് ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് തിന്നാൻ പറ്റും. പക്ഷെ കടയിൽ നിന്ന് വാങ്ങിച്ച് തിന്നാൻ എനിക്ക് തോന്നിയില്ല ഗൈസ്. ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കണം ഉണ്ണിയപ്പം എന്നുള്ള ആഗ്രഹം മൂത്തിട്ട് ചെയ്തൊരു പണിയാണ്. നമുക്ക് ഉണ്ണിയപ്പത്തിന് പകരം ഏകദേശം നെയ്യപ്പത്തിൻ്റെയൊക്കെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും നെയ്യപ്പമെങ്കിൽ നെയ്യപ്പം തിന്നാൻ അല്ലാണ്ട് വഴിയില്ല. അപ്പോൾ നമുക്ക് തിന്നു. നല്ല സോഫ്റ്റാണ്, ഞെങ്ങുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ കല്ല് പോലെയൊന്നല്ല ഇരിക്കുന്നത്, നല്ല സോഫ്റ്റാണ്. ഇതുണ്ടാതെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. സംഭവം ടേസ്റ്റ് സൂപ്പറാണ്, പൊളിയാണ്. കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ചിലപ്പോൾ ഇത്രയും ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇതിലിടയ്ക്കിടയ്ക്ക് ഈ തേങ്ങ കൊത്തൊക്കെ വരുന്ന കാരണം നമുക്ക് കഴിക്കാൻ നല്ല രസമുണ്ട്. അതും പോരാഞ്ഞ് നല്ല രസമുണ്ട് കഴിക്കാൻ, നല്ല സോഫ്റ്റുമാണ്. പക്ഷെ ഷേപ്പ് മാത്രം വ്യത്യാസപ്പെട്ടു പോയി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ തന്നെ കഴിക്കുന്നതായ കാരണം കുഴപ്പമില്ല. ഉണ്ണിയപ്പം ആഗ്രഹിച്ചു, നെയ്യപ്പം തിന്നാൻ പറ്റി. അപ്പം ഇത്രേ ഉള്ളൂ. ആരോടും വേണമെന്ന് ചോദിക്കുന്നില്ല, കാരണം ഇതിൽ കൂടെ എനിക്ക് തരാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കും. മധുരമുണ്ട്. നെയ്യിൽ വറുത്ത തേങ്ങയുടെ ആ ഒരു കഷ്ണം കടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി വരുന്നുണ്ട്. അടിപൊളിയാണ്, പരീക്ഷിച്ച് നോക്കാം.